മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ പേരാവൂരിൽ നിന്ന് ജനവിധി തേടും. തളിപ്പറമ്പിൽ എം വി ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമളയും മത്സരിക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചു. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഇന്ന് ഏറ്റവും പ്രധാനമായി അറിയാനുണ്ടായിരുന്നത് കെ ശൈലജ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമോ, പേരാവൂരിൽ നിന്ന് ജനവിധി തേടുമോ എന്നതാണ്. കാര്യത്തിൽ ഉറപ്പായോ? ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പേരാവൂരിൽ നിന്നാണ് ഇത്തവണ കെ ശൈലജ ജനവിധി തേടുക. മട്ടന്നൂരിലായിരുന്നു കഴിഞ്ഞ തവണ ശൈലജ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള പേരാവൂരിലേക്ക് മാറുകയാണ്. ഇവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സിറ്റിംഗ് സീറ്റാണ് പേരാവൂര്. അവിടെയാണ് ഇത്തവണ കെ ശൈലജ മത്സരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ മത്സരിക്കുന്നതിന് മുൻപ് ശൈലജ മത്സരിച്ച മണ്ഡലം പേരാവൂരായിരുന്നു. പേരാവൂരിൽ ആദ്യ തവണ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തിയ ശൈലജ പക്ഷേ രണ്ടാം മത്സരത്തിനകത്ത് വന്നപ്പോൾ സണ്ണി ജോസഫിനോട് പരാജയപ്പെടുകയായിരുന്നു. അത് കഴിഞ്ഞാണ് ശൈലജ മട്ടന്നൂരിലേക്ക് മാറിയത്. വീണ്ടും പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ശൈലജയെ പേരാവൂരിലേക്കാണ് CPM നിയോഗിച്ചിരിക്കുന്നത്. അതിന്റെ തീരുമാനം ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPMന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമള, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ് പി.കെ. ശ്യാമള കൂടി മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ മാറുന്ന സാഹചര്യത്തിലാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലേക്ക് പി.കെ. ശ്യാമള മത്സര രംഗത്തേക്ക് വരുന്നത്. നേരത്തെ ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്നു പി.കെ. ശ്യാമള. പി.കെ. ശ്യാമള തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ജനവിധി തേടും. കഴിഞ്ഞ തവണ പി.കെ. ശ്യാമള എം വി ഗോവിന്ദൻ മത്സരിച്ച ഘട്ടത്തിൽ 22,500 പരം വോട്ടിന് മാത്രം വിജയിച്ച തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ പി.കെ. ശ്യാമള ഭാര്യയായിട്ടുള്ള പി.കെ. ശ്യാമള മത്സര രംഗത്ത് എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. ബാക്കിയൊക്കെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ, അതുപോലെ തന്നെ തലശ്ശേരിയിൽ കാരായി രാജൻ, ഒപ്പം